ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദിലയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡബിൾ സ്റ്റാൻഡ്. ബിഗ് ബോസ് വീട്ടിലെ കട്ടപ്പ നമ്പർ 3 ആദില എക്സ്പോസ് ആയിരിക്കുകയാണ് ഇന്നത്തെ ലൈവില്. അതായത് ഷാനവാസ് ഇന്ന് ആദിലയുടെ മുഖം മൂടി വലിച്ചു കീറി. കൂട്ടത്തിൽ ബിന്നി, അനുമോള് എന്നിവരും ആ മുഖം മൂടി വലിച്ചു കീറുന്നതിന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് ആ കരിയേപ്പിലയോ മല്ലിയിലയോ എങ്ങാണ്ട് എടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്കിനെ തുടർന്ന് ആദിലയും നെവിനും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. പെങ്ങളൂട്ടി കാടെന്നും പറഞ്ഞിട്ട് നെവിൻ പ്രൊവോക്ക് ചെയ്യുന്നു. അതിനേക്കാളും വൃത്തികെട്ട കാടല്ലേ നീ ഇവിടെ എടുക്കുന്നതെന്ന് ആദില പറയുന്നു. അപ്പൊ നെവിൻ ചോദിക്കുന്നു, എന്ത് കാടാണ് ഞാൻ എടുക്കുന്നത്? വൃത്തികെട്ട കാട് നീ പറ, ഞാൻ എന്ത് വൃത്തികെട്ട കാട് എടുത്തു എന്ന് പറഞ്ഞ് ആദിലയുടെ പുറകെ നടന്ന് ചോദിക്കുന്നു. ആദില ട്രാപ്പിലാവുന്നു. സത്യകഥ എന്തെന്നാൽ ഇതെല്ലാം ആദില തന്നെ ഇതുപോലൊരു മണ്ടത്തരം ഒരു ഗെയിമർ വേറെ കാണിക്കോ? ഇതെല്ലാം ആദില സംഭവിച്ചതാണ്, നമ്മുടെ ഊഹങ്ങളല്ല. ആദില തന്നെ പറയുന്നു, ഞാൻ പെട്ടുപോയി, എനിക്ക് പിന്നെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഞാൻ ഷാനവാസിക്കയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചത്, ഷാനവാസിക്ക ഈ കാര്യം ഞാൻ പറയട്ടെ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി തെളിഞ്ഞു. ഷാനവാസ് അവിടെയുള്ള ഒട്ടുമിക്ക ആളുകളോടും ഈ കാര്യങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബെഡിൽ നിന്ന് നെവിനെ മാറ്റിയത് പോലും അതുകൊണ്ടാണ്. മറ്റൊരു കാര്യം, നെവിന്റെ ഈ ടച്ച് ഉള്ള പരിപാടി ഉണ്ടല്ലോ, ക്ലോസ് ആയിട്ട് വന്നിട്ട് ടച്ച് ചെയ്യുന്ന ഒരു പരിപാടി, അതായത് അടുത്ത് വന്നിരുന്ന് ഇരിക്കുക, ഹഗ് ചെയ്യുക, അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപെടുക. ഇത് അവിടെ പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഷാനവാസിന് അത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നി, കാരണം അവർ ബെഡ് ഷെയർ ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് ഷാനവാസ് അത് പറഞ്ഞത്. ഇത് പക്ഷേ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ആദിലയാണ്. കാരണം ഒരു കാടിന്റെ കാര്യം പറഞ്ഞും പോയി, അപ്പൊ എന്തെടുത്തിട്ട് പറയും? അങ്ങനെയാണ് ഷാനവാസ്, ഇക്ക ഞാൻ പറഞ്ഞോട്ടായിക്ക ആ കാര്യമൊന്ന്, ഞാൻ പറഞ്ഞു പോയി ഇക്ക, ഇങ്ങനെ അവന്റെ കാടിനെ കുറിച്ച് വൃത്തികെട്ട കാട് എടുക്കുന്നു, ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഷാനവാസ് പറഞ്ഞു, നീ പറഞ്ഞു, അത് സത്യം തന്നെയാണ്, ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല, നീ പറഞ്ഞു. ഷാനവാസിന്റെ നെവിനുമായിട്ട് ഉടക്കിയ സമയമാണല്ലോ, അപ്പൊ ഷാനവാസ് ഇത് പറയുന്നു. അങ്ങനെ നോമിനേഷനിൽ ആദിലയാണ് ഓപ്പൺ നോമിനേഷനിൽ വന്നിട്ട് ഈ കാര്യം പറയുന്നത്. അതായത് ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഷാനവാസിന്റെ അടുത്ത് മാത്രമല്ല, ആദില പ്രവീണിന്റെ പേര് പറയുന്നുണ്ട്, ഇവിടെ പലരോടും എന്ന് പറയുന്നുണ്ട്. പ്രവീണിന്റെ പേര് ആദിലയാണ് പറയുന്നത്. അതിനുശേഷമാണ് ഷാനവാസ് ഈ കാര്യം പറയുന്നത്. മനസ്സിലാക്കണം, ആദ്യം ആദിലയാണ് പറഞ്ഞത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണേ. ഇനി ഇതിന് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ റിയാസ് വന്നല്ലോ. റിയാസ് വന്നപ്പോൾ ഈ LGBT കമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ സമാനമായ ആശയങ്ങളോട് യോജിപ്പുള്ള ആൾക്കാരെയും കൂടെ ഒന്നിപ്പിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കലായിരുന്നു റിയാസിന്റെ ഉദ്ദേശം. കാരണം റിയാസിന് ഈ ഷാനവാസ് ആദില നൂറ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല, അനുമോള് ആദില നൂറ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല. കാരണം അവരൊക്കെ ഈ നമ്മുടെ റിയാസിന്റെ കണ്ണില് പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിനെ തകർത്തിട്ട്, എടി നോക്ക്, നമ്മളെ പയ്യനാണ് ഇവൻ, ആ നെവിനുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടി, അത് നമ്മളെ ആളാണെന്നേ. ഈ കമ്മ്യൂണിറ്റി പരിപാടി, ഈ കമ്മ്യൂണിറ്റിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിസം ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കിയാൽ വോട്ട് ചെയ്യാൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൂടി ഉണ്ടെന്ന് എല്ലാവരും ഓർക്കണം. നമ്മളാരും കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരായിട്ടല്ല നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന മനുഷ്യർക്ക് ഇവിടെ അനുഭവിക്കുന്ന വിവേചനമുണ്ട്. ഇപ്പൊ നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിൽ പറയാറുണ്ട്, സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന വിവേചനമുണ്ട്. അതുകൊണ്ടാണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്ത്രീകളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നത്. അതുപോലെ LGBTQ കമ്മ്യൂണിറ്റി, അത് ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഇത്തരത്തിൽ വിവേചനം അനുഭവിക്കുന്ന മനുഷ്യർക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ കുറെ മനുഷ്യരുടെ കുറെ കാലമായിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ നിലപാടാണ്. അവരെ കൂടി വെറുപ്പിക്കുന്ന പരിപാടിയാണ് റിയാസിനെ പോലുള്ളവർ വന്നിട്ട് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, സ്വന്തം ആൾക്കാർ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആദിലയ്ക്കും നൂറയ്ക്കും നെവിനോടുണ്ട്. നെവിൻ പറയുന്നുണ്ട്, ഞാൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തല്ല വന്നത്, എന്നെ പോലെ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ചില പുരുഷന്മാരുണ്ട്, അവരിൽ ഒരു സ്ത്രൈണ ഭാവങ്ങൾ ഉള്ളത് കൊണ്ട് സമൂഹത്തിൽ പലപ്പോഴും കളിയാക്കലുകൾക്കും മറ്റുമൊക്കെ അവർ വിധേയമാകുന്നുണ്ട്, അവരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നതെന്ന് ഇവിടെ നെവിൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് നെവിൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നാണ് നെവിന്റെ സുഹൃത്തായിട്ടുള്ള അഭിഷേകും മറ്റേ ജാൻമണിയൊക്കെ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ പറയുന്നത്. അത് നമുക്കറിയില്ല അവർ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, പക്ഷെ അവരെങ്ങനെയാ പറഞ്ഞത്. അപ്പൊ അതെന്താണെങ്കിലും ഇവിടെ റിയാസ് വന്ന് കമ്മ്യൂണിറ്റി ബന്ധം ഉണ്ടാക്കാൻ പോയി. അതായത് ആദിലയും നൂറയും നിൽക്കേണ്ടത് നെവിന്റെ കൂടെയാണ്, നെവിൻ നിൽക്കേണ്ടത് ആദിലയുടെയും നൂറയുടെയും കൂടെയാണ്, അല്ലാതെ ഷാനവാസിന്റെ കൂടെ അല്ല. ഈ ഒരു സാധനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ആളെന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് ആദില പ്ലേറ്റ് മറിച്ചത്. ഈ ആദില കട്ടപ്പയുടെ പണി ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കരുതിയത് അതൊരു അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കാര്യമായിട്ടാണ്. പക്ഷെ ഇപ്പോ അതിനൊരു ക്ലാരിറ്റി വരികയാണ്. ഒരേ തെറ്റ് പലവട്ടം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നത് തന്നെയാണ്, അത് അറിയാതെയാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. അനുമോളുടെ കേസിൽ പുതപ്പെടുത്തോണ്ട് കൊടുത്തു ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അനുമോളുടെ കേസിൽ ആദിലയും നൂറയും കട്ടയ്ക്ക് ആദ്യം എല്ലാത്തിനും കൂടെ എന്നിട്ട് അവസാനം പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ, ഇവർ കാല് മാറി. പ്രത്യേകിച്ച് നൂറ പിന്നെയും ഒരു ഹാഫ് മൈൻഡിൽ നിന്നു, ആദില ഒറ്റയടിക്ക് മാറി.
ഇപ്പൊ എന്ത് സംഭവിച്ചു? ഷാനവാസിന്റെ കൂടെ നിന്നു. ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് ഇപ്പൊ ഒരു ഇഷ്യൂ വന്നപ്പോൾ നൈസിനെ ഷാനവാസിന്റെ തലയിലോട്ട് എല്ലാം കൊണ്ടുവച്ചിട്ട് ഊരിപ്പോവാന്ന് വിചാരിച്ചു. അവിടെ ബിന്നി വന്നിട്ട് വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആദിലെയാണ് ഈ ടോപ്പിക് എടുത്തിട്ടതെന്നും ഇത് എടുത്തിടുന്നതിന് മുമ്പ് അനുമോളുടെ അടുത്തും അതുപോലെ ബിന്നിയുടെ അടുത്തും സകലരടുത്തും പോയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അവ ആണുങ്ങളെടുത്ത് പെരുമാറുന്ന രീതി അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയത്തിന്റെ പുറകെ തന്നെ ഒരു വലിയ ഗവേഷണം നടത്തിയത് ആദിലെയാണെന്നും എന്നിട്ട് ഷാനവാസിനെ യൂസ് ചെയ്തതാണെന്നും അവിടെ ബിന്നി വന്ന് പറയുന്നുണ്ട്. ഷാനവാസ് ആദ്യമായിട്ടല്ല ഈ ഒരു വിഷയം ബിഗ് ബോസ് വീട്ടിൽ റൈസ് ചെയ്തത്. ഈ ഒരു വിഷയം ഷാനവാസ് അവിടെയുള്ള പലരുമായും സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒരാളെ ബിഗ് ബോസ് ആണ്. കൺഫെഷൻ റൂമിൽ പോയിട്ട് ഷാനവാസ് ബിഗ് ബോസിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ബെഡ് ഷെയർ ചെയ്യാൻ പറ്റില്ല എനിക്ക് നെവിനും എന്ന്. അപ്പൊ ഷാനവാസിന്റെ അതൃപ്തി അത് നെവിൻ എന്തെങ്കിലും ഭയങ്കര മോശമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നെവിൻ വന്ന് എപ്പോഴും ഷാനവാസിന്റെ അടുത്ത് ഇരിക്കുന്നതോ ഹഗ് ചെയ്യുന്നതോ അയാൾക്ക് കംഫർട്ട് അല്ലാന്ന് തോന്നി അയാൾക്ക് റിയാക്ട് ചെയ്തൂടെ? അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ. എന്നെ ഒരാൾ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് പറയില്ലേ? ഞാനത് പറയുന്നത് വലിയ അപരാധമാണോ? എന്നെ തൊടരുത് എന്ന് എനിക്ക് പറയാമല്ലോ. വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും റിയാക്ട് ചെയ്യില്ലേ? ഇവിടെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നെവിൻ എല്ലാവരോടും കുറച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. പെട്ടെന്ന് പോയിട്ട് ഹഗ് ചെയ്യുക, ടച്ച് ചെയ്യുക, അത് നെവിന്റെ ഒരു ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ മനസ്സിൽ മോശം ഉദ്ദേശത്തോടെ ഒന്നും ആയിരിക്കത്തില്ലല്ലോ. മനുഷ്യന്മാർ ചിലർ അങ്ങനെയാണ്. പക്ഷെ അത് വേറൊരാൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് പറയാനുള്ള അവകാശം അയാൾക്കുമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുമുണ്ട്. അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ട് നെവിൻ ഒരു മോശം മനുഷ്യനാണെന്ന് മുദ്ര കുത്താനും നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ അത്തരം മോശമായ ഒരു പ്രവൃത്തി അയാൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെടണം. അതല്ലാത്തടത്തോളം കാലം നെവിനെ നമുക്ക് ഒരിക്കലും കുറ്റക്കാരനെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നെവിൻ അടുത്ത് വന്ന് തൊടുന്നതും പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഇരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല എന്നൊരാൾ പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കത് പറയാം. പക്ഷെ ഇവിടെ ആ വിഷയം എടുത്ത് ഉപയോഗിച്ചത് ആദിലെയാണ്. ആദില വഴക്കിന്റെ ഇടയിൽ പറഞ്ഞു ഇതിനേക്കാൾ വൃത്തികെട്ട കാർഡാണല്ലോ നീ ഉപയോഗിക്കുന്നത് എന്ന് ആദില പറഞ്ഞു പോയത് കൊണ്ട് ആദിലേക്ക് വേറെ വഴിയില്ല, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. അതിന് ആദില എന്ത് ചെയ്തു? മുമ്പ് നടന്ന ഷാനവാസിന്റെ കേസിനെ വിത്ത് കൺസെന്റ് എടുത്ത് ഉപയോഗിച്ചു. അവിടെ അക്ബർ ചോദിച്ചൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഇപ്പൊ 45 വയസ്സായ കുറച്ച് പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള അയാൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഇതിനെ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് എത്ര മോശമാണ് എന്ന് അവിടെ അക്ബർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊക്കെ അക്ബർ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഷാനവാസിനോടുള്ള ഒരു കലിപ്പ് കാരണം അക്ബറും ഇവരെ തന്നെയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. ഷാനവാസ് എന്തോ അപരാധം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായി. ഇത്രയും ദിവസം നടന്ന വിഷയങ്ങളിൽ ആദിലയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ്, ആദില എക്സ്പോസ്ഡ് ആയി. ഇന്നത്തെ ലൈവ് മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാക്ക് തർക്കങ്ങൾക്കൊടുവില്, വഴക്കുകൾക്കൊടുവില് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ എത്തുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ആദില എല്ലാ ക്രൈമിന്റെയും പാർട്ട്ണറായിട്ട് നിൽക്കും, എന്നിട്ട് അവസാനം കാലുവാരും. അനുമോളുടെ കേസിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്ന അതാണ്. എല്ലാവരുടെ പോയി കിടന്ന് ചോദിച്ചു അവൻ അങ്ങനല്ലേ, അതായത് അയാൾ മിസ്ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റം ശരിയല്ല എന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ഇതെല്ലാം വിളിച്ചു പറഞ്ഞതിന് ശേഷം എല്ലാം കൂടെ കൊണ്ട് ഷാനവാസിന്റെ തലയിൽ വെച്ചിട്ട് തടിയൂരി രക്ഷപ്പെടാനുള്ള ആദിലയുടെ കുതന്ത്രമാണ് തകർന്നു പോയത്. അതായത് ഇവിടെ ആദിലയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ആദില തന്നെയാണെന്നുള്ളതാണ് ഇതിലെ കോമഡി. ആദില തന്നെ മറ്റേ കുംഭസാര കൂട്ടിൽ കയറി ഇരുന്ന് കുംഭസരിക്കും പോലെ എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇനി ഷാനവാസിനെ ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റുമോ? ഈ വിഷയം വീണ്ടും എടുത്ത് കൊണ്ടുവന്നയാൾ ആദിലയാണ്. ഇവിടെ തെറ്റ് ചെയ്തത് ആദിലയാണ്. അതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. ഷാനവാസിനെ കൂടെ ആദില അതിലേക്ക് വലിച്ചിട്ടു. ഷാനവാസിന് അത് നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം ഷാനവാസ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു മോശമായ ഒരു പെരുമാറ്റം എന്നാണ് ഷാനവാസ് പറയുന്നത്. അത് എന്ത് തന്നെ ആണെങ്കിലും ഷാനവാസ് മോശമാണെന്ന് തോന്നിയതിന് നമ്മുടെ മുമ്പിൽ തെളിവുണ്ട്. അയാൾ പലപ്പോഴായിട്ട് പലരിടത്തും ആ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒണീലിന്റെ അടുത്ത്, അഭിലാഷിന്റെ അടുത്ത്. അതേപോലെ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ ആര്യൻ പറഞ്ഞിട്ടുണ്ട്, അക്ബർ പറഞ്ഞിട്ടുണ്ട്. ആര്യൻ ഇറിറ്റേഷൻ കാണിച്ചിട്ടുണ്ട് നെവിന്റെ അടുത്ത്. ഇന്ന് ആര്യനൊക്കെ നല്ല പിള്ള ചുമയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അക്ബർ ജിസേലിനെ പോയിട്ട് നെവിൻ കെട്ടിപ്പിടിച്ചതിനെ വിമർശിച്ച ആളാണ്. അതുപോലെ പലരും അത് കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അവരൊക്കെ ഇന്ന് നല്ല പിള്ള ആവാൻ ശ്രമിച്ചു. പക്ഷെ ഷാനവാസ് തന്റെ നിലപാടില്, തന്റെ എക്സ്പീരിയൻസിൽ ഉറച്ചു നിന്നു. ഇന്ന് എക്സ്പോസ്ഡ് ആയത് ആദിലയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ മിക്കവാറും ആയം ഇടയും കിട്ടാൻ പോകുന്നത് ആദിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.